അറിഞ്ഞോ? സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഗ്രാമിന് 50 രൂപ കുറവ്. അക്ഷയ തൃതീയ ദിവസം സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്പെഷ്യൽ ഓഫർ. ഈ അക്ഷയ തൃതീയ നാളിൽ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് പവന് 400 രൂപ കുറവും സ്വർണ്ണവിലയിൽ തന്നെ നൽകുന്നു. കൂടാതെ നിങ്ങളുടെ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ അന്നത്തെ സ്വർണ്ണവില നൽകുന്നു. അക്ഷയ തൃതീയ ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് കൈനിറങ്ങിയ സ്നേഹ സമ്മാനം. ഈ ഓഫർ മെയ് 10-ാം തീയതി മാത്രം. അക്ഷയ തൃതീയ പ്രമാണിച്ച് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട്. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വടുതല, എനമലൂർ. ഏവർക്കും സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അക്ഷയ തൃതീയ ആശംസകൾ. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഞാറക്കൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ ധർണ നടത്തി. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഞാറക്കൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ച് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ പ്രതിഷേധ സമരം നടന്നത്. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടുള്ള ഞാറക്കൽ സർക്കാർ ആശുപത്രിയിൽ നിലവിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ രീതിയിൽ പോലും പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ ഒപിയിൽ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. തീരദേശ മേഖലയായ വൈപ്പിൻ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയമായ ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മണിക്കൂറുകളോളം നിന്നാൽ മാത്രമേ ഡോക്ടറെ കാണാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ്. 2 ഡോക്ടർമാർ ലീവിലായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ലീവിൽ പോയ ഡോക്ടർമാർക്ക് പകരം താൽക്കാലികമായോ സ്ഥിരമായ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണം. 6 കോടി രൂപ മുടക്കി 1.5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി മന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടം ഇന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. സ്ത്രീകളുടെ വാർഡിൽ പ്രസവ സംബന്ധമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. എത്രയും വേഗം ഈ ആവശ്യങ്ങൾ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമിതി നടത്തുന്ന പ്രതിഷേധ സമരം കണ്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ സമരം നടത്തുമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞാറക്കൽ താലൂക്ക് ആശുപത്രി പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഞാറക്കൽ ആശുപത്രിയിലെ സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നിവേദനം സമർപ്പിച്ചു. പക്ഷേ ഇന്ന് 6 കോടിയോളം രൂപ മുടക്കി പണിതിരിക്കുന്ന കെട്ടിടം 1.5 കൊല്ലം മുമ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത സ്ത്രീകളുടെ വാർഡ് ഇന്നും ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള സംവിധാനമോ ഒന്നുമില്ലാതെ കിടക്കുകയാണ്. ഇന്ന് ഒപിയിൽ ചെന്ന് നോക്കണം നമ്മളെല്ലാവരും. 3 ഡോക്ടർമാർ ഇരുന്നിരുന്ന ഒപിയിൽ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള ഈ ആശുപത്രിയിൽ 3 ഡോക്ടർമാർ ഒപിയിൽ ഇരുന്നിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് പോലും തിരക്കുകൊണ്ട് രോഗികളായവർ കഷ്ടപ്പെടുകയായിരുന്നു. ഇന്ന് ഈ 1 മാസത്തോളമായി 1 ഡോക്ടറാണ് ഒപിയിലിരിക്കുന്നത്. സമരപരിപാടിയിൽ JSS ജില്ലാ പ്രസിഡന്റ് വി കെ സുനിൽകുമാർ, അയ്യങ്കാളി സാംസ്കാരിക വേദി ചെയർമാൻ പി കെ ബാഹുലയൻ, കേരള പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ്, ജോസി ചക്കാലക്കൽ, ഫ്രാൻസിസ് അറക്കൽ, ആന്റണി പുന്നത്തറ, ബിജു ജോർജ് തുണ്ടിയിൽ, ടൈറ്റസ് പൂപ്പാടി, മണി തേങ്ങാത്തറ, റോസ്ലി ജോസഫ്, സേവ്യർ MA, കെ സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ രോഗികളായിട്ടുള്ളവർ ക്യൂവിൽ നിന്ന് മടുത്ത് മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് കെടുകാര്യസ്ഥത ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ അടക്കം ഇവിടുത്തെ സൂപ്രണ്ട് അടക്കം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ സൂപ്രണ്ടായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് സൂപ്രണ്ട് ചർച്ച നടത്തി. ലീവിന് പോയിരിക്കുന്ന 2 ഡോക്ടർമാർക്ക് പകരം മറ്റു ഡോക്ടർമാരെ തരണം, അല്ലെങ്കിൽ സ്ഥിരമായോ താൽക്കാലികമായോ നിയമിക്കണമെന്നൊക്കെ സൂപ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞതുകൊണ്ടായില്ല. ഓരോ ദിവസം പിന്നിടും തോറും സാധാരണ ജനത്തിന്റെ ഏകാശ്രയമായ സർക്കാർ ആശുപത്രി, താലൂക്ക് ആശുപത്രി, അത് ന്യൂസ് ബ്യൂറോ വൈപ്പിൻ.